ചെകുത്താൻ. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസം. ആരും ഒന്നും പതറണ്ട. ബോബിയുടെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. മോനി, നമ്മുടെ ആമിമോളെ കാണാനില്ല. ജോസ് ഓടിയൊന്ന് പറയുമ്പോൾ അവന്റെ പുറകിൽ കയ്യിൽ മാലയോടും കഴുത്തിൽ താലിയോടും നിൽക്കുന്ന ആമിയെ കണ്ട് എല്ലാവരും വായിച്ചു. മോനി, ജോസ് ഞെട്ടിലോടെ പിന്നിലോട്ടാഞ്ഞു. എടാ ബോബി, ജോമോൻ ഞെട്ടലോടെ തളർന്നു. അച്ഛൻ്റെ മുഖത്ത് പുഞ്ചിരി. നീ എന്നാടാ കാണിച്ചത്? നിന്റെ ചേട്ടത്തില്ലായിരുന്നോ? റോസി ഓടി വന്ന് ചോദിച്ചു. ഇന്നലെ വരെ ഇന്നെൻ്റെ ഭാര്യ ആമരിയ ബോബൻ. ബോബി അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ജോസ് ബോബിയെ ആഞ്ഞു തല്ലി. കുടുംബമാനം കളഞ്ഞലോടാ നീ. ജോസ് ദേഷ്യത്തിൽ പിന്നെയും തല്ലി. ഇത് പള്ളിയാണ്, ചേരേണ്ടവർ ചേർന്നു. ഇനിയെങ്കിലും വാശി കളഞ്ഞ് ജോമോനെ പട്ടത്തിന് വിട് ജോസേ. അച്ഛൻ ജോസിനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു. മോളെ, എന്തൊക്കെയാ നടക്കുന്നത്? നിന്നോട് ചോദിച്ചല്ലയോ ജോമോനുമായി കല്യാണം ഉറപ്പിച്ചത്? എന്നിട്ടും റോബിൻ ആമിയുടെ അടുത്തൊന്ന് ചോദിച്ചു. അപ്പച്ചാ, എനിക്ക് എന്തുകൊണ്ട് ചേരുന്നത് ബോബിച്ചനാ? ഒന്നും ചോദിക്കരുത്, എനിക്കിതാണ് ഇഷ്ടം. ആമരിയ ദൂരെ നോക്കി മറുപടി കൊടുത്തു. എടാ, എനിക്ക് വേണ്ടി നിന്റെ പ്രണയം നീ മറന്നല്ലോടാ, ജോമോൻ മനസ്സിലോർത്തു. ജോസേ, എന്തായാലും നടന്നു, പിള്ളേരല്ലേടാ, നമുക്കങ്ങ് ക്ഷമിക്കാം. റോബിൻ ജോസിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു. നിന്റെ മോളോട് ഞാൻ ക്ഷമിക്കും, പക്ഷെ എൻ്റെ പുത്രനോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. കാരണം എന്നെ ജീവനോട് കുഴിച്ചു മൂടിയവനാണ്. ജോസ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. ബോവൻ റോസിയുടെ അടുത്ത് പോയി അനുഗ്രഹം മേടിച്ചു. നിറകണ്ണോടെ റോസി അവൻ അനുഗ്രഹം കൊടുത്ത് ചേർത്ത് പിടിച്ചു. ആമരിയ റോബിൻ്റെ അടുത്ത് പോയി. ജോസിനെ നീ ഇനിയും വേദനിപ്പിച്ചാൽ മോളെ, ഒറ്റമോള എന്നൊന്നും ഞാൻ നോക്കില്ല. വയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന്, റോബിൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. എടാ ബോബ, എനിക്ക് വേണ്ടി നീ ജോമോൻ്റെ വാക്കുകളിടവേ. ഞാൻ പറഞ്ഞത് നടത്തി തന്നു, ഇനി നിന്റെ മിടുക്കുവലിരിക്കും. ബോവൻ ജോമോനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. അവൻ്റെ ചിരിയിൽ വേദന നിറഞ്ഞിരുന്നു. ഇഞ്ചിക്കാട്ട് തറവാട്ടിൽ. ജോമണി, ഹാളിൽ നിന്ന് ജോസ് ഉച്ചത്തിൽ വിളിച്ചു. ജോമൻ പേടിയോടെ ഹാളിൽ വന്നു. നിനക്ക് സങ്കടം കാണില്ലെന്ന് എനിക്കറിയാം, എന്നാലും നിന്റെ ആഗ്രഹത്തിന് നടന്നോട്ടെ. എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ, പള്ളിയിലെ സെമിത്തേരിയിലോ എങ്ങോട്ടെങ്കിലും, ജോസ് ദേഷ്യത്തിൽ പറഞ്ഞു. മുറിയിലിരുന്ന് ബോബൻ എല്ലാം കേട്ടിരുന്നു. അപ്പാ, ജോമൻ ഇടർച്ചയോടെ വിളിച്ചു. തോൽപ്പിച്ചു കളഞ്ഞു. നീയല്ല, ചങ്കായി കൊണ്ടു നടന്ന എൻ്റെ രണ്ടാമത്തെ പുത്രൻ. ഇനി നീ തോൽപ്പിക്ക്. തോൽക്കാൻ മാത്രം വിധിച്ച ജന്മമാണ് എൻ്റേത്. ഓ, ജോസ് പുലമ്പുകയായിരുന്നു. അപ്പാ, ആരെയും തോൽപ്പിച്ചില്ല. അപ്പൻ്റെ മക്കളാണ് ഞങ്ങൾ. ഞാൻ പട്ടത്തിന് പോകുമ്പോൾ അപ്പൻ്റെ അനുഗ്രഹം എനിക്ക് വേണം. അത് മാത്രം മതി ഈ ജോമോനെ. ജോമോൻ പറഞ്ഞുകൊണ്ട് കാലിൽ വീണു. അപ്പന് ദേഷ്യം കൂടുതലാ, പക്ഷെ മക്കളെ ശപിക്കാറില്ല. ജോസ് പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി. മോനെ, റോസി വിളിച്ചു. ജോമോൻ തിരിഞ്ഞു നോക്കി. സന്തോഷായോ? റോസി ജോമോൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ നമ്മുടെ ബോബി കരയുക അല്ലയോ? തേങ്ങലോടെ ജോമോൻ പറഞ്ഞു. അവനെന്താ, അവൻ നിന്റെ പെണ്ണിനെ കിട്ടി ഹാപ്പിയായി ജീവിക്കുന്നു, അപ്പൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട്, റോസി കടുപ്പത്തിൽ പറഞ്ഞു. മുറിയിലിരുന്ന് ഇതൊക്കെ കേൾക്കുന്ന ബോബൻ നിസ്സഹായത്തോടെ ചിരിച്ചു. അമ്മച്ചി, അവൻ്റെ മനസ്സിൽ തുളസി മാത്രമായിരുന്നു പെണ്ണ്. 1 കൊല്ലം അവളുടെ പുറകെ നടന്നു. അവസാനം അവളുടെ സമ്മതം കിട്ടി 1 മാസം പോലും ആകുന്ന മുന്നേ എനിക്ക് വേണ്ടി മനഃപൂർവ്വം തുളസിയെ മറന്നവനാ ബോവൻ. അവനെ ഒരു അക്ഷരം കൊണ്ട് മുറിവേൽപ്പിച്ചാലുണ്ടല്ലോ. ജോമൻ ദേഷ്യപ്പെട്ടു. എന്താ മോനെ പറയുന്നത്? റോസി ചോദിച്ചു. അതെ അമ്മച്ചി, എൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടി അവൻ അവൻ്റെ പ്രണയത്തിനെ മറന്നു, അപ്പനെ മറന്നു, എല്ലാം മറന്നു. തുളസി അത്രമേൽ അവന് പ്രണയമായിരുന്നു അമ്മച്ചി. അവൻ ഞാൻ പോലും അറിയാതെ ഈ കാര്യം ചെയ്തു. അവനിലെ നന്മ ആരും അറിയില്ല, അറിയാൻ ആരും ശ്രമിക്കില്ല, അതാണ് സത്യം, ജോമൻ പറഞ്ഞുകൊണ്ടുപോയി. റോസി വാവത്തി കരഞ്ഞു. ബോവൻ്റെ മുറിയിൽ. ആമി, ബോവൻ അവളുടെ അടുത്ത് നിന്ന് വിളിച്ചു. ആമി നിവർന്നു നോക്കി.
എന്നോട് ദേഷ്യമാണോ? ബോബൻ അടുത്തിരുന്ന് ചോദിച്ചു. എന്തിന്? ചിരിയോടെ ആമി ചോദിച്ചു. നിന്റെ ഇഷ്ടം ഞാൻ കാരണം. ബോബൻ പറയാതെ നിർത്തി. ബോബി, എനിക്ക് ജോമോനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ജോമോൻ്റെ മനസ്സിൽ ഞാനില്ല. ഒരിക്കലും അവൻ എന്നെ സ്നേഹിക്കില്ലെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു എനിക്ക് ജോമോനെ വേണ്ടെന്ന്. അപ്പോൾ അപ്പച്ചന് വാശി, ഈ ബന്ധം ഒരിക്കലും മുടങ്ങിപ്പോകാൻ പാടില്ലെന്ന്. എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ സമയത്താണ് ബോബി ഒന്ന് കാര്യം പറഞ്ഞത്. ശരിയെന്ന് തോന്നി ഞാൻ സമ്മതിച്ചു. ഇതെൻ്റെയും കൂടെ തീരുമാനമായിരുന്നു ബോബി. സ്നേഹിച്ച പെണ്ണുപോലും എന്നെ ശപിക്കുന്നുണ്ടാകും. പുറകെ നടന്ന് വാഗ്ദാനം നൽകി അവളുടെ മനസ്സിൽ ഞാൻ കയറിക്കൂടി. അവസാനം ഇങ്ങനെയൊക്കെ ആയി. ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? നെടുവീർപ്പോടെ ബോബൻ പറഞ്ഞു. ഞാൻ മാറിത്തരാം. ജോമോൻ പട്ടത്തിന് പോയതിനു ശേഷം അവളോട് ഞാൻ എല്ലാം തുറന്നു പറയാം. ആമരിയ ബോബിയെ നോക്കി പറഞ്ഞു. അതൊക്കെ വേണോ ആമി? ഇനിയും നമ്മുടെ വീട്ടുകാർ എതിർക്കണോ? സംശയത്തോടെ ബോബൻ ചോദിച്ചു. 1 വർഷം കഴിഞ്ഞ് ഞാൻ ഡിവോഴ്സ് തരാം. അത് കഴിഞ്ഞ് തുളസിയെ കെട്ടിക്കോ. എത്ര നിസ്സാരമായിട്ടാണ് താൻ ഇതൊക്കെ പറയുന്നത്. നോക്കാം, നീ കിടക്ക്. ഗുഡ് നൈറ്റ്. ബോബൻ പുതപ്പ് എടുത്തോണ്ട് പറഞ്ഞു. എങ്ങോട്ടാണാവോ? ആമരി ചോദിച്ചു. കിടക്കാൻ. തലചരിച്ച് ബോബൻ പറഞ്ഞു. എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. തനിക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ എങ്ങോട്ടൊക്കെ വയ്ക്കോ? ആമരിയ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. ബോബൻ ഒന്നും മിണ്ടാതെ കിടന്നു. അതേസമയം മണികണ്ഠൻ്റെ വീട്ടിൽ മണികണ്ഠൻ ചിരിച്ചുകൊണ്ട് മദ്യത്തിന് ഒറ്റ വലിക്ക് കുടിച്ചു. എൻ്റെ നേർക്ക് കൈ ഉയർത്തിയവൻ ഇന്ന് കുടുംബത്തിൽ നിന്ന് പുറത്ത്. മണികണ്ഠൻ ആർത്തലച്ച് പറഞ്ഞു. പോരച്ചാ, ഇതല്ല ഞാൻ വിചാരിച്ചത്. ഇങ്ങനെയല്ല അവൻ്റെ പിരിവ്. ഒരു സ്ത്രീയുടെ ശബ്ദം. മണികണ്ഠൻ തിരിഞ്ഞു നോക്കി. തുടരും.